വീണ്ടും ഈ പ്രഭാതത്തിൽ കാലിന് ദീപം വചനധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ മഞ്ഞും മഴയും പെയ്തു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ കണ്ടെത്താൻ പറ്റുന്ന വിശ്വാസം അഥവാ നിലനിൽക്കുന്ന വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനം നടത്തുന്നത്. അതിനാധാരമായിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളാണ്. അതിലെ 8-ാം വാക്യം അവസാനിക്കുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് വിശ്വാസികൾ എന്ന പേരിൽ നാം ഉൾപ്പെടെ അനേകർ ഈ ഭൂമിയിൽ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംശയത്തോടെ ചോദിക്കുന്നു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നിലനിൽക്കുന്ന വിശ്വാസം എത്ര പേരിൽ കണ്ടെത്തും? ഇതിനാധാരമായിട്ട് ഒരു ഉപമയിലൂടെയാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. മടുത്തു പോകാതെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ മാത്രമേ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ. മടുത്തു പോകുന്ന പ്രാർത്ഥന, വിശ്വാസം വഴിവക്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ജീവിതങ്ങളിലേക്ക് നമ്മളെ തിരിച്ചുവിടുവാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തു ഇതിന് ആധാരമായിട്ട് അനീതിയുള്ള ന്യായാധിപൻ്റെ ഉപമയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അനീതിയുള്ള ന്യായാധിപനും നീതിയുള്ള ദൈവവും വളരെ വ്യത്യാസമുള്ള 2 വേദപുസ്തക സത്യങ്ങളാണ്. അനീതിയുള്ള ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ന്യായപാലനം നടത്തിയിരുന്നതായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം രേഖപ്പെടുത്തുന്നു. അവനെ അനീതിയുള്ള ന്യായാധിപൻ എന്ന് പറയുവാൻ കാരണം അവന് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലായിരുന്നു. നീതിബോധമുള്ള ഒരു വ്യക്തിക്ക് ദൈവഭയമുണ്ടായിരിക്കും. ദൈവഭയമുള്ള വ്യക്തി ദൈവഭയത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കും. രണ്ടാമതായിട്ട്, നീതിബോധമുള്ളൊരു വ്യക്തിക്ക് വേണ്ട മറ്റൊരു ഗുണമാണ് മനുഷ്യനെ ശങ്ക. മനുഷ്യനെ ശങ്ക എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യനെ ഭയപ്പെടുന്നു എന്നർത്ഥമില്ല. മനുഷ്യൻ്റെ മുമ്പിൽ താൻ നാണം കെട്ടു പോകാതിരിക്കുവാൻ, തനിക്ക് മാനഹാനി സംഭവിക്കാതിരിപ്പാൻ തന്നെത്താൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മനുഷ്യനെ ശങ്കയുള്ള വ്യക്തി. മനുഷ്യനെ ശങ്കയില്ലാത്തവന് തൻ്റെ മാനം ഒരു വിഷയമേ അല്ല. അവൻ ഏത് തരത്തിലും ഈ സമൂഹത്തിൽ തരം താണ മനുഷ്യനെ ശങ്കയില്ലാതെ മൃഗതുല്യമായി പെരുമാറും. ഇപ്രകാരമുള്ള ഈ ന്യായാധിപൻ്റെ പട്ടണത്തിൽ ഒരു വിധവയും പാർത്തിരുന്നു. അവൾക്ക് അവളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു. പ്രതിയോഗി മീൻസ് അവളോട് ബുദ്ധിമുട്ടിക്കുന്ന, അവളെ അസഹ്യപ്പെടുത്തുന്ന ഒരു വ്യക്തി. പോകുവാൻ മറ്റൊരിടവും ഇല്ലാത്തത് കൊണ്ട്, ഈ വിധവയായ സ്ത്രീക്ക് മറ്റെവിടെയും സങ്കടം ബോധിപ്പിക്കുവാനില്ലാത്തത് കൊണ്ട് അവളുടെ അവസാനത്തെ റിസോർട്ട് എന്ന നിലയിൽ അവൾ ഈ അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് അവളുടെ സങ്കടം ബോധിപ്പിക്കുകയാണ്. അവൾ പലവട്ടം ചെന്ന് തൻ്റെ ഭാഗത്തുള്ള നീതി ഈ ന്യായാധിപൻ്റെ മുമ്പിൽ പകർന്നിട്ടും അവന് ദൈവഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്തത് കൊണ്ട് അവൻ അല്പം പോലും അവളുടെ സങ്കടത്തിന് ചെവി കൊടുക്കുന്നില്ല. അവളുടെ സങ്കടങ്ങളും അവളുടെ പ്രയാസങ്ങളും നിരന്തരം അവൻ്റെ സന്നിധിയിൽ പറഞ്ഞിട്ടും അവൻ അല്പം പോലും അത് മൈൻഡ് ചെയ്യാതെ നിഷ്ക്രിയനായിരിക്കുകയാണ്. എന്നാൽ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ സ്ത്രീ നിരന്തരം അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ സഹിഷ്ണുതയോടെ തുടർമാനമായിട്ട് ഇവനെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് മനുഷ്യനെ ശങ്കയും ദൈവത്തെ ഭയവും ഇല്ലാത്തവനായിട്ട് പോലും അവൻ ഉള്ളത്തിൽ പറയുന്നു, അവൾ എന്നെ ഇങ്ങനെ നിരന്തരം അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരാക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവളുടെ ക്ഷമയും തീർന്നു പോകുന്ന ഒരു പോയിന്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അവൻ എഴുന്നേറ്റ് പ്രതിക്രിയ ചെയ്യുന്നു. എന്നാൽ അനീതിയുള്ള ന്യായാധിപൻ ഈ എക്സ്റ്റെൻഡ് വരെ പോകുന്നെങ്കിൽ നീതിയുള്ള ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമല്ല. നീതിയുടെ ദൈവം 7-ാം വാക്യത്തിൽ പറയുന്നു, 18-ന്റെ 7, ദൈവമോ
രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അനീതിയുള്ള ന്യായാധിപൻ വേഗത്തിലൊന്നും ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം വേഗത്തിൽ തൻ്റെ വൃദ്ധന്മാരുടെ നിലവിളിക്ക് ഉത്തരമെന്ന്. ആരാണ് വൃദ്ധന്മാർ? ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവർ, പ്രതികരിച്ചവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് തെരഞ്ഞെടുത്തവർ. അങ്ങനെ തെരഞ്ഞെടുത്തവർ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ദൈവം വേഗത്തിൽ പ്രതിക്രിയ നടത്തി ഉത്തരം നൽകുമെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയവും കൂടെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന സമയത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. കണ്ടെത്താവുന്ന വിശ്വാസം, നിലനിൽക്കുന്ന വിശ്വാസത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കണമെങ്കിൽ ചില ഡിലേയ്സ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരും, ദൈവം കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് മറുപടി കിട്ടുകയാണെങ്കിൽ നാം ബാലിശമായ കുഞ്ഞു കൊച്ചുങ്ങളുടെ പോലെ എന്തെങ്കിലും ലഭിക്കുമ്പോഴുള്ള വിശ്വാസം, അത് ലഭിക്കാത്തപ്പോൾ നഷ്ടമാകുന്ന വിശ്വാസം, അതിന് ഉടമകളായിത്തീരും. ഈ വിശ്വാസം ഒരിക്കലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ വരെ നിലനിൽക്കുകയില്ല. അത് ക്ഷണികമായ വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ മക്കളെ തൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും വിശ്വാസത്തോടെ നിലനിൽക്കുവാൻ പാകപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ ചില അടയാളങ്ങളാണ് ചിലപ്പോഴെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുന്നത്. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് പോയാൽ ദൈവത്തോടുള്ള നമ്മുടെ ഇഷ്ടം കുറയും, ദൈവസ്നേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകും, നാം പരാതി പറയുന്നവരായിത്തീരും, നാം സങ്കടം പറയുന്നവരായിത്തീരും, നാം വിശ്വാസം ത്യജിക്കുന്നവരായിത്തീരും. വിശ്വാസ ജീവിതം ആരംഭിച്ചവരാണ്, എന്നാൽ പ്രാർത്ഥനകൾക്കൊക്കെയും മറുപടി ലഭിക്കാൻ കാലതാമസം വരുന്നതായി നമുക്ക് തോന്നുമ്പോൾ വേഗത്തിലാണ് ദൈവം പ്രതിക്രിയ നടത്തി തരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ വലിയ അന്തരമുള്ളതുകൊണ്ട് നമുക്കതിനെ വലിയ കാലതാമസമായിട്ട് തോന്നും. അപ്രകാരം കാലതാമസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നവരായി തീരുന്നെങ്കിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നവരായി തീരും. ആ വിശ്വാസം നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന വിശ്വാസമല്ല. അതുകൊണ്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുന്നു, കർത്താവിൻ്റെ വരവിങ്കൽ നിലനിൽക്കുന്ന വിശ്വാസമുള്ളവരായി നാം തീരണം. കർത്താവിൻ്റെ വരവിങ്കൽ കണ്ടെത്താകുന്ന വിശ്വാസമുള്ളവരായി നാം തീരണം. അങ്ങനെയെങ്കിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിലും മടുത്തു പോകാതെ സഹിഷ്ണുതയോടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെ കരുപ്പിടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അതിനുള്ള ട്രെയിനിങ് തരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ കുറച്ചുകൊണ്ട് ആ വിധവയായ സ്ത്രീ അനീതിയുള്ള ന്യായാധിപൻ്റെ മുമ്പിൽ എത്ര പ്രാവശ്യം പോയോ അതുപോലെ നീതിയുള്ള ദൈവസന്നിധിയിൽ നമുക്കും താണിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന വിശ്വാസമായി, നിലനിൽക്കുന്ന വിശ്വാസമായി പരിണമിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുകയും പെട്ടെന്ന് ഉത്തരം ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, നിൻ്റെ വരവിങ്കൽ കണ്ടെത്താൻ പറ്റുന്ന വിശ്വാസത്തിന് ഉടമകളായി ഞങ്ങളെ തീർക്കണമേ. കേവലം കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് നിത്യതയോളം എത്തുന്ന വിശ്വാസത്തിന്, നിലനിൽക്കുന്ന വിശ്വാസത്തിന് ഉടമകളാക്കി ഞങ്ങളെ തീർക്കണമേ. ഈ വചനങ്ങളാൽ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.